നടൻ കലാഭവൻ മണിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. വിശദാംശങ്ങൾ ഡാനി പോൾ നൽകും. ഡാനി, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മറ്റ് വിശദാംശങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നതോ? ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. ഏതാണ്ട് 2.5 മണിക്കൂർ കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത്. 11:30 മണിയോടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു പൊതുദർശനങ്ങൾ കാര്യങ്ങൾക്കും വേണ്ടി. നേരത്തെ മീഥൈൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് കണ്ടതിനെ തുടർന്നാണ് ഡോക്ടർമാർ സംശയങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഇത് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കേണ്ടി വന്നത്. തുടർന്ന് ഇന്ന് ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയായിരുന്നു. 2.5 മണിക്കൂർ കൊണ്ട് ഇത് പൂർത്തിയാക്കി. നമ്മൾ ഡോക്ടറോട് ഇതിലൊരു സ്പെഷ്യൽ ടീം ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണ ചുമതല വഹിക്കുന്നുണ്ട്. DSP അന്വേഷണം വഹിക്കുന്നത്. അദ്ദേഹത്തോട് ഇത് സംബന്ധിച്ച പ്രാഥമികമായ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞത് പ്രധാന അവയവങ്ങളുടെ രാസപരിശോധനകൾ നടക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം അസ്വാഭാവികത പറയപ്പെടുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന ഒരു നടപടിയാണത്. അത്തരം രാസപരിശോധനകളുടെ ഒരു ഫലം കൂടി വന്നതിന് ശേഷം മാത്രമേ ഇതിൽ പറയപ്പെടുന്ന സ്വാഭാവികത സംബന്ധിച്ച ഒരു നിരീക്ഷണത്തിലേക്കും നിഗമനത്തിലേക്കും എത്താൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. തുടർന്ന് മൃതദേഹം മെഡിക്കൽ കോളേജിന്റെ തന്നെ പുതിയ ബ്ലോക്കിലെ കാഷ്വാലിറ്റി വിഭാഗത്തിൽ അതിന്റെ കാഷ്വാലിറ്റി വിഭാഗത്തിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. കാരണം നിരവധിയായ ആരാധകർ സമീപ തൃശ്ശൂരിന്റെ പരിസര പ്രദേശമുള്ള ഒത്തിരി അധികം പേർ തന്നെ അവിടെ തടിച്ചുകൂടിയിരുന്ന ഒരു ആശ്രമത്തിൽ തന്നെ ഇവരുടെ ഒരു നിരന്തരമായ ഒരു ആവശ്യപ്രകാരമായിരുന്നു പൊതുദർശനത്തിന് വേണ്ടി വളരെ കുറച്ചു സമയം അവിടെ മെഡിക്കൽ കോളേജ് പുതിയ മെഡിക്കൽ കോളേജിന്റെ പരിസരത്തേക്ക് മൃതദേഹം വെച്ചത്. തുടർന്ന് അവിടുന്ന് നിലവിലിപ്പോൾ സംഗീത നാടക അക്കാദമി ഹാളിലാണ് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. വഴിനീളെ നമ്മൾ മൃതദേഹത്തെ അനുഗമിക്കുമ്പോൾ വഴിനീളെ നമുക്ക് കാണാൻ കഴിഞ്ഞത് നിരവധിയായ ആരാധകർ തന്നെ വഴിനീളെ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. പലയിടത്തും ആരാധകരുടെ ഒരു ബാഹുല്യം നിർത്തി അവർ സ്നേഹപൂർവ്വം നിർബന്ധിച്ച് തന്നെ പലയിടത്തും തന്നെ വാഹനം തടഞ്ഞു നിർത്തി അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. ഇത് നാടക അക്കാദമി ഹാളിലേക്ക് വാഹനം എത്തും വരെയും ഇതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു തുടർന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ സംഗീത നാടക അക്കാദമി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നിരവധിയായ ആളുകളാണ് തൃശ്ശൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഏറ്റവും അവസാനമായി കണ്ടുകൊണ്ട് യാത്രയപ്പ് നൽകുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അവിടെ നിന്നും എത്തിയതിനു ശേഷമാണ് ചാലക്കുടിയിലെ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് മൃതദേഹം എത്തിക്കുക. ഇവിടെ ഒരു വലിയ ജനാവലി തന്നെയാണ് എത്തിയിരിക്കുന്നത്. ചാലക്കുടിയിൽ നിന്ന് ആദരസൂചകമായി ഹർത്താൽ ആചരിക്കുകയാണ്. ചാലക്കുടിയിലേക്ക് ഏതാണ്ട് ഈ ചാലക്കുടി എന്ന് പറയുന്ന ഈ സ്ഥലം ഇവിടുത്തെ മുഴുവൻ ജനാവലിയും തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം വിവരങ്ങൾ നൽകിയത്. കലാഭവൻ മണിയുടെ വേർപാടിൽ അഗാധമായ ദുഃഖമുണ്ടെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. തന്റെ പക്ഷം ഇടതുപക്ഷമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ കലാകാരനാണ് കലാഭവൻ മണിയെന്നും മണിയുടെ വീട്ടിലെത്തിയ പിണറായി അനുസ്മരിച്ചു. ഇന്നലെ അന്തരിച്ച ചലച്ചിത്ര താരം കലാഭവൻ മണിയുടെ പൊതുദർശനം അല്പസമയത്തിനകം സംഗീതനാട അക്കാദമിയിൽ ആരംഭിക്കും. ഇപ്പോൾ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അദ്ദേഹവുമായുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. കലാഭവൻ മണി ഒരു ചലച്ചിത്ര താരം എന്നതിലുപരി ഒരു സാമൂഹ്യ രംഗങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം ഒരു സ്വീകാര്യനാകുന്നത്? കലാഭവൻ മണി കേരളത്തിനാകെ പ്രിയപ്പെട്ട കലാകാരനാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാമൂഹ്യ രംഗത്ത് അദ്ദേഹം വലിയ തോതിലുള്ള ശ്രദ്ധ പതിപ്പിച്ചിരുന്നു എന്നതാണ്. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് എപ്പോഴും തൻ്റെ സ്വന്തം പ്രശ്നം പോലെ കാണാൻ കഴിഞ്ഞിരുന്നു. ഒരു പാവപ്പെട്ടവനായി സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിതം നയിച്ച മണിക്ക് എല്ലാ ഘട്ടത്തിലും സാധാരണക്കാരോടും പാവപ്പെട്ടവരോടും അധ്വാനിക്കുന്നവരോടും തൊഴിലാളികളോടും വലിയ പ്രതിപത്തി നിലനിർത്താൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാലത്തും
അദ്ദേഹത്തിന് ഉയർന്ന തൊഴിലാളി വർഗ ബോധം പുലർത്തിപ്പോരാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായാണ് ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഉയർന്ന കലാകാരനായി നാടാകെ അംഗീകരിക്കുമ്പോഴും തൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം മറച്ചുവെക്കാൻ ഒരു ഘട്ടത്തിലും അദ്ദേഹം തയ്യാറായിട്ടില്ല. തൻ്റെ പക്ഷം ഇടതുപക്ഷമാണ് എന്ന് ഉച്ചത്തിൽ പറയാൻ തയ്യാറായ കലാകാരനാണ് മണി. നാടിനെ, നാട്ടുകാരെ അങ്ങേയറ്റം സ്നേഹിച്ച കലാകാരനായിരുന്നു അദ്ദേഹം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സ്വന്തം നാടായ ചാലക്കുടിയുടെ ഭാഗമായി എല്ലാ ഘട്ടത്തിലും അദ്ദേഹം നിറഞ്ഞു നിന്നത്. ഏത് സന്ദർഭത്തിലും ചാലക്കുടിയിൽ ഓടിയെത്തുന്നതും നാടിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുടെ ഭാഗമായിട്ട് തന്നെയാണ് കാണേണ്ടത്. അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന മണിയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം സംഗീത നാടക അക്കാദമിയിൽ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ആരംഭിക്കും. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിവിധ സാമൂഹ്യ, രാഷ്ട്രീയ, കലാകായിക രംഗങ്ങളിലെ നിരവധി പ്രമുഖരുമായി അദ്ദേഹത്തിനുള്ള അടുത്ത വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ആളാണ് കലാഭവൻ മണി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി ആയിരങ്ങളാണ് അല്പസമയത്തിനുള്ളിൽ സംഗീത നാടക അക്കാദമിയിൽ എത്തിച്ചേരുക. കഷ്ടപ്പാടുകളിലൂടെ പൊരുതിക്കയറിയ കലാകാരനാണ് കലാഭവൻ മണിയെന്ന് ജി സുധാകരൻ അനുസ്മരിച്ചു. മണിയുടെ മരണം മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമെന്നും സുധാകരൻ പറഞ്ഞു. ചവിട്ടിത്താഴ്ത്താൻ ഒരുപാട് ശ്രമം നടന്നു അദ്ദേഹത്തിന്. അവസാനം കേസിൽ വരെ കുരുക്കി അവമാനിച്ചു. കലാകാരനൊന്ന് പരിഗണന പോലും കൊടുത്തില്ല. അവാർഡുകൾ ലഭിക്കേണ്ട പലതിനും അവാർഡ് കൊടുത്തില്ല. അവസാനം അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവാർഡില്ല എന്ന് വന്നു. അപ്പോൾ ഉണ്ടായതിനുണ്ടായ പ്രയാസങ്ങളൊക്കെ അതൊന്നും പ്രശ്നമല്ല. അവാർഡൊന്നുമല്ല ഒരു നടനെ മഹാനാക്കുന്നത്, അതെൻ്റെ അഭിനയമാണ്. കലയുടെ മൂർത്തിമദ്ഭാവമായ മണി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ വിശ്വാസം കൂടിയായിരുന്നു. വലിയൊരു വ്യക്തിപരമായ നഷ്ടം കൂടിയാണ്. കലാലോകത്തിനുണ്ടായ നഷ്ടാപാരമാണ്. വ്യക്തിപരമായ നഷ്ടം കൂടിയാണ് എനിക്ക്. ഞാൻ അദ്ദേഹത്തിൻ്റെ അകാല നിര്യാണം, 45 വയസ്സേ ആയുള്ളൂ. അകാല നിര്യാണത്തിൽ ഞാൻ അഗാധമായ അനുശോചനം കേരളത്തിലെ കലാലയത്തോടൊപ്പം ചേർന്ന് ഇവിടെ അർപ്പിക്കുകയാണ്. കേരളത്തിലെ മാതൃകാ കർഷകർക്കായി കൈർലി പീപ്പിൾ TV ഏർപ്പെടുത്തിയ കതിർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ജൈവ കർഷകനായി ജോസഫ് പള്ളൻ, മികച്ച കൃഷിക്കാരിയായി രജനി ജയദേവ്, മികച്ച പരീക്ഷണാത്മക കർഷകനായി PT ആന്റണി എന്നിവരെ തിരഞ്ഞെടുത്തു. അവാർഡുകൾ ഈ മാസം 14 കൊച്ചി പനമ്പള്ളി നഗറിലെ അവന്യൂ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി സമ്മാനിക്കും. കേരള കാർഷിക സർവകലാശാല മുൻ VC ഡോക്ടർ KR വിശ്വംഭരൻ അധ്യക്ഷനും കാർഷിക വിദഗ്ധരായ ഡോക്ടർ P അഹമ്മദ്, PS സിദ്ധാർത്ഥ മേനോൻ എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. തൃശൂർ അഷ്ടമിച്ചിറയിലെ ജോസഫ് പള്ളനാണ് മികച്ച ജൈവ കർഷകൻ. മാരക രാസവളങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ കൃഷി എങ്ങനെ ആദായകരമാക്കാമെന്ന് തെളിയിച്ച ജോസഫ് പള്ളൻ എല്ലാ കർഷകർക്കും മാതൃകയാണെന്ന് ജൂറി വിലയിരുത്തി. ആലപ്പുഴ ഭരണിക്കാവ് സ്വദേശി രജനി ജയദേവാണ് മികച്ച കൃഷിക്കാരി. പരമ്പരാഗത കൃഷിരീതിക്ക് പുറമെ ആധുനിക കൃഷിരീതികളായ മഴമറ കൃഷി, ഹരിതഗൃഹ കൃഷി എന്നിവയെല്ലാം സ്വന്തം പുരയിടത്തിൽ പരീക്ഷിച്ച് വൻ വിജയം നേടിയ രജനി ജയദേവ് അഭിമാനകരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ജൂറി വിലയിരുത്തി. അക്വാപോണിക്സ് എന്ന നൂതന കൃഷിരീതിയിലൂടെ ഒരേ സമയം പച്ചക്കറി കൃഷിയും മത്സ്യകൃഷിയും ചെയ്ത വ്യത്യസ്തനായ PT ആന്റണിയാണ് മികച്ച പരീക്ഷണാത്മക കർഷകൻ. തൃശൂർ മാള സ്വദേശിയായ PT ആന്റണി കുറഞ്ഞ സമയം കൊണ്ട് അക്വാപോണിക്സിലൂടെ കൈവരിച്ച നേട്ടങ്ങൾ കാർഷിക മേഖലയ്ക്ക് ഊർജ്ജം പകർന്നതാണെന്ന് ജൂറി വിലയിരുത്തി. അവാർഡുകൾ ഈ മാസം 14 കൊച്ചി പനമ്പള്ളി നഗറിലെ അവന്യൂ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക്. സഹകരണ വകുപ്പിന് കീഴിലുള്ള കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി നിയമനം. കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന 59 പേർക്കാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സ്ഥിര നിയമനം നൽകിയത്. സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങളിൽ 2006 ശേഷം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തരുതെന്ന സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് കേപ്പിലെ അനധികൃത നിയമനം.
ഫെബ്രുവരി 25-ന് ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് താൽക്കാലിക ജീവനക്കാരായ 59 പേരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചത്. എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് പകരം ഇവരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. കെയ്പിന്റെ തിരുവനന്തപുരത്തുള്ള ഹെഡ് ഓഫീസിലും മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലുമാണ് ഇത്തരത്തിൽ വഴിവിട്ട നിയമനം നടന്നിരിക്കുന്നത്. സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങളിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കരുതെന്ന സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് ഇത്. സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് കെയ്പിന് കത്ത് നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു നിയമനം എന്നതും ശ്രദ്ധേയം. 2006-ന് ശേഷം കെയ്പിൽ സ്ഥിരപ്പെടുത്തിയ താൽക്കാലിക ജീവനക്കാരുടെ പട്ടിക സമർപ്പിക്കാനും രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എക്സ് ഒഫീഷ്യോ ചെയർമാനും സഹകരണ വകുപ്പ് മന്ത്രി എക്സ് ഒഫീഷ്യോ വൈസ് ചെയർമാനുമായ സ്ഥാപനമാണ് കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ലക്ഷങ്ങൾ കോഴ വാങ്ങിയാണ് നിയമനം നടത്തിയിരിക്കുന്നത് എന്ന ആക്ഷേപം ജീവനക്കാർക്കിടയിൽ ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കമ്മീഷനെതിരായ പരാമർശത്തിൽ UDF കൺവീനർ PP തങ്കച്ചൻ ഖേദം പ്രകടിപ്പിച്ചു. കമ്മീഷനെ വിമർശിച്ചതിൽ ദുഃഖമുണ്ടെന്നും തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു തന്റെ പരാമർശമെന്നും PP തങ്കച്ചൻ പറഞ്ഞു. കമ്മീഷന്റെ പ്രവർത്തനം കുറ്റമറ്റതും സുതാര്യവുമാണെന്ന് രേഖാമൂലം എഴുതി നൽകും. കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ഇത്തവണ മത്സരിക്കുമെന്നും തങ്കച്ചൻ വ്യക്തമാക്കി. അപ്പോൾ പത്രസമ്മേളനത്തിൽ ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചില ആക്ഷേപങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിൽ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത്ര ആക്ഷേപങ്ങൾ പറഞ്ഞത്. ആ യോഗത്തിലും അതിന് മുമ്പ് ഓഫീസിൽ നിന്നും പലരും വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കിട്ടിയ അത് വെച്ചിട്ട് അതൊന്നും വെരിഫൈ ചെയ്തില്ല. വാസ്തവത്തിൽ കോടതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ വെരിഫൈ ചെയ്തിട്ടാണ് ഒരു ആക്ഷേപം വന്നാൽ അത് വെരിഫൈ ചെയ്തിട്ട് പറയേണ്ടതാണ്. എന്നെ പോലെ ഉത്തരവാദിത്തമുള്ള ആൾ വെരിഫൈ ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടികയ്ക്ക് ഇന്ന് തന്നെ രൂപം നൽകുമെന്നും നാളെ ഹൈക്കമാൻഡിന് കൈമാറുമെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ച ഉടൻ പൂർത്തിയാക്കും. അന്തിമ പട്ടിക ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകുമെന്നും സുധീരൻ തിരുവനന്തപുരത്ത് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. മാർച്ച് 23-ന് പ്രദേശ് ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംബന്ധിച്ച് ഇന്നോ നാളെയോ അതിന് അന്തിമ രൂപം നൽകും. കേരള കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ ഭാരവാഹികൾ രാജിവെച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ജോയി കാക്കനാടിന്റെ നേതൃത്വത്തിലാണ് രാജി. ഫ്രാൻസിസ് ജോർജിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് രാജിവെച്ചവർ പറഞ്ഞു. എറണാകുളം കടമക്കുടിയിലെ പൊക്കാളിപ്പാടം നികത്താനുള്ള സർക്കാരിന്റെ വിവാദ ഉത്തരവ് ഈ മേഖലയെ വീണ്ടും സമരഭൂമിയാക്കുന്നു. നിലനികത്താനുള്ള നീക്കം യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്ന് CPIM വ്യക്തമാക്കി. ക്രിക്കറ്റ് താരം കപിൽ ദേവ് ഡയറക്ടറായ കമ്പനി 172 ഏക്കർ ഭൂമിയാണ് ഇവിടെ സ്വന്തമാക്കിയിട്ടുള്ളത്. കടമക്കുടിയിലെ ചെരിയംതുരുത്തിൽ കമ്പനി സ്വന്തമാക്കിയ 172 ഏക്കറിൽ 47 ഏക്കർ സ്ഥലം ആദ്യഘട്ടത്തിൽ നികത്താനാണ് റവന്യൂ മന്ത്രി അനുവാദം നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മണിക്കൂറുകളിലായിരുന്നു തിരക്കിട്ട നടപടി. പൊക്കാളിപ്പാടങ്ങളും ചെമ്മീൻകെട്ടും തണ്ണീർത്തടങ്ങളും നിറഞ്ഞ പ്രദേശം നികത്തുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് നടക്കുന്നത്. 2013 ജനുവരിയിൽ നടന്ന ഭൂസമരത്തിന്റെ എറണാകുളത്തെ സമരവേദിയും ഇതുതന്നെയായിരുന്നു. സമരത്തെ തുടർന്ന് പിൻവാങ്ങിയ കമ്പനി പുതിയ ഉത്തരവിലൂടെ വീണ്ടും സജീവമാകുകയാണ്. എന്നാൽ ഈ നീക്കം അനുവദിക്കില്ലെന്ന് CPM ആലങ്ങാട് ഏരിയ സെക്രട്ടറി MK ബാബു വ്യക്തമാക്കി. ഈ പ്രദേശത്തുകാർ ഇവിടെയുള്ള താമസിക്കുന്നവരൊക്കെ തന്നെ മത്സ്യം പിടിച്ചും അതുപോലെ തന്നെ പൊക്കാളി കൃഷിയിലൊക്കെ ഏർപ്പെട്ടിട്ടാണ് അവർ കഴിയുന്നത്. അവർ ഈ സംരംഭം ഇവിടെ വരുന്നതോടുകൂടി പിന്നെ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനം ഉണ്ടാകും. അതേപോലെ ഇന്നുള്ള ഈ കൃഷി ഇടവും മറ്റുമൊക്കെ നഷ്ടപ്പെടുന്നൊരു സ്ഥിതിയിലേക്ക് വരും. നാട്ടുകാർ ശക്തമായിട്ടെതിരാണ്. ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ പൊക്കാളി കൃഷി സജീവമാകുമ്പോഴാണ് പൊക്കാളിപ്പാടം നികത്താൻ സർക്കാർ അനുമതി കൊടുത്തതെന്നതാണ് വിരോധാഭാസം. അടുത്ത വർഷം നമ്മൾ 150 ഏക്കറിൽ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതിനുള്ള പദ്ധതി ഇട്ടേക്കണയാണ്. അപ്പോഴാണ് ഈ പൊക്കാളിപ്പാടങ്ങൾ നികത്തുന്നതിനുള്ള ഗവൺമെൻറ് അനുമതി കൊടുക്കുന്നത്. തീരദേശ പരിപാലന നിയമം പറഞ്ഞ് ദ്വീപ് നിവാസികൾക്ക് പുരപണിയാൻ പോലും അനുമതി നിഷേധിക്കുന്ന സർക്കാർ തന്നെയാണ് വൻകിട കമ്പനിക്കാർക്ക് പൊക്കാളിപ്പാടവും തണ്ണീർത്തടങ്ങളും നികത്താൻ അനുമതി നൽകിയതെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കരൾ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ സഹായം തേടുകയാണ് കാസർഗോഡ് മുള്ളേരിയിലെ ഹോട്ടൽ തൊഴിലാളി രാജേന്ദ്രൻ. 6 വർഷമായി ചികിത്സ നടത്തുന്ന രാജേന്ദ്രന്റെ കുടുംബം ഇപ്പോൾ കടബാധ്യതയിൽ ഞെരുങ്ങുകയാണ്. മാറ്റിവെക്കാൻ അനുയോജ്യമായ കരളും ധനസഹായവും ലഭിച്ചാൽ കുടുംബത്തിന്റെ ഏക ആശ്രയമായ രാജേന്ദ്രനെ രക്ഷപ്പെടുത്താനാകും.
കാസർഗോഡ് മുള്ളേരിയ വേങ്ങത്തൊടുക്കയിലെ തൊഴിലാളി കുടുംബത്തിലെ അംഗമാണ് രാജേന്ദ്രൻ. ഹോട്ടലുകളിൽ പാചക തൊഴിലാളിയായിരിക്കെയാണ് 6 വർഷം മുമ്പ് കരൾ രോഗം പിടിപെട്ടത്. ഇതോടെ തൊഴിലെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് രാജേന്ദ്രൻ. 18 സെന്റ് സ്ഥലവും നിർമ്മാണം പൂർത്തിയാകാത്ത വീടുമാണ് ആകെയുള്ള സമ്പാദ്യം. സ്കൂൾ വിദ്യാർത്ഥിനികളായ 3 പെൺമക്കളുമുണ്ട്. കിടപ്പാടം പണയപ്പെടുത്തി ചികിത്സയ്ക്കായി 10 ലക്ഷത്തോളം രൂപ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തു. രാജേന്ദ്രനെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ആഴ്ചതോറും കരളിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കണം. ഇതിനായി ആഴ്ചയിൽ 8000തോളം രൂപ കണ്ടെത്തണം. കരൾ മാറ്റിവെക്കാൻ O പോസിറ്റീവ് രക്തമുള്ളയാളുടെ കരൾ ലഭിക്കണം. 10 ലക്ഷത്തോളം രൂപയുടെ ചികിത്സാ ചെലവിനുള്ള പണവും കണ്ടെത്തേണ്ടതുണ്ടെന്ന് ഭാര്യ പ്രമീള പറഞ്ഞു. ഈ വെള്ളം എടുക്കുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ആൽബിൻ എന്നിട്ട് അതിന് 4250 രൂപയുണ്ട്. പിന്നെ അടുത്ത മരുന്നും വെള്ളം എടുത്ത ചാർജിനോടുമ്പോൾ 6-7000 രൂപയാണ് ആഴ്ചക്ക്. ലിവർ കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നു. തട്ടുകട ഇട്ടിട്ട് ജീവിതം പോകുന്നു. പിന്നെ കുറേ ലോണുണ്ട്. കുടുംബത്തെ സഹായിക്കാൻ വീടിന് മുന്നിൽ നാട്ടുകാർ നിർമ്മിച്ചു നൽകിയ ഷെഡിൽ ചായക്കട നടത്തി വരികയാണ് ഇപ്പോൾ രാജേന്ദ്രന്റെ ഭാര്യ പ്രമീളയും കുട്ടികളും. കരുണയുള്ളവരുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് ഈ കുടുംബം. സഹായങ്ങൾ പ്രമീളയുടെ പേരിൽ മുള്ളേരിയയിലെ സിൻഡിക്കേറ്റ് ബാങ്കിലെ SB അക്കൗണ്ടിലേക്ക് അയക്കാം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.